ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമുക്ക് കാണിക്കാൻ പോകുന്നത് മല്ലിച്ചപ്പ് എങ്ങനെ ഫ്രഷ് ആയിട്ട് ദിവസങ്ങളോടെ സൂക്ഷിക്കാന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൺ എന്ന ഓപ്ഷനും കൊടുക്കാം. എന്നാലും മാത്രമായിട്ട് ഞാടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അതിലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഇനി നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മൾ കൊടുന്ന ഇലയിൽ ചിലത് നല്ല ഒരു മഞ്ഞ കളർ വന്നത്, അതുപോലെ കേട് വന്നത്, പിന്നെ വേറെ പച്ച ഇലകളൊക്കെ അതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ടാവും. മല്ലിച്ചപ്പല്ലാത്ത തന്നെ ഇലകൾ പെട്ടിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുത്തു മാറ്റി ക്ലീൻ ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഒരു ഇല മഞ്ഞ കളറൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം എടുത്ത് മാറ്റുക. കാരണം ഒന്ന് പഴുത്ത പോലത്തെ ഉണ്ടെങ്കിൽ അത് പിന്നെ പെട്ടെന്ന് ബാക്കിയുള്ള ഇലകളും കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടെല്ലാം എടുത്ത് ക്ലീൻ ആക്കിയിട്ട് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് അതിൻ്റെ വേര് ഭാഗം ഒന്ന് മുറിച്ച് കളയണം. അതിൻ്റെ അടിഭാഗം നമുക്ക് വേണ്ട, അത് ഒന്ന് കട്ട് ചെയ്ത് കളയണം. അത് എല്ലാം ഒപ്പം വെച്ചിട്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് ഫ്രഷ് വെള്ളത്തിനെല്ലാം കഴുകിയെടുത്ത് ഒന്ന് വെള്ളം വാർന്നതിന് ശേഷം മാത്രം കേട്ടോ, വെള്ളത്തിനൊക്കെ വെക്കരുത്. വെള്ളം നല്ല വാർന്നതിന് ശേഷം മാത്രം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബോക്സ് എടുക്കുക കേട്ടോ. നിങ്ങൾക്കിത് വെക്കാൻ പറ്റുന്ന ഏത് ബോക്സ് വേണമെങ്കിലും എടുക്കാം, വെള്ളം നനവ് ഉണ്ടാവാൻ പാടില്ല. ആ ബോക്സിലേക്ക് ഇതുപോലെ ടിഷ്യൂ നമുക്ക് വെച്ച് കൊടുക്കാം. ടിഷ്യൂ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി ഇവിടെ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഇലയില്ലേ, അത് ഇതുപോലെ മെല്ലെ മടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ബോക്സ് എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വെക്കാം കേട്ടോ. ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങാമുണ്ട് അമർത്തി വെച്ച് കൊടുക്കണ്ട. ടിഷ്യൂ ആണെങ്കിൽ മെല്ലെ വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് അമർത്തി പ്രസ് ചെയ്തിട്ട് ഇല അങ്ങനെ ജാമാക്കിയ രീതിയിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇതാ കുറച്ച് ലൂസാക്കിയിട്ട് വെച്ച് കൊടുക്കാൻ. ഇതുപോലെ ബോക്സിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി താഴെ ഫ്രിഡ്ജിൻ്റെ താഴെ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഒരു ടിപ്പ്. രണ്ടാമത്തെ പറഞ്ഞാൽ ഇതുപോലെ തന്നെ കഴുകി ക്ലീൻ ആക്കിയ ഇല വേരൊക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ കറിയിലേക്കൊക്കെ കട്ട് ചെയ്തിടില്ലേ, അതുപോലെ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് നിങ്ങൾ നല്ല ചെറിയ സൈസാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് വലുതാക്കിയിട്ടൊക്കെയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കൽ. നിങ്ങൾ എങ്ങനെയാണോ കറിക്ക് എടുക്കുന്നത് അതുപോലെ നിങ്ങൾ കട്ട് ചെയ്യുക. ഇപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വെള്ളം നനവ് അധികം ഇലമ ഉണ്ടാവാൻ പാടില്ല. അതാണ് ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ. അതിന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ള വേറൊരു ബൗളും എടുത്തിട്ടുണ്ട്. ആ ബൗൾക്ക് ഇതുപോലെ നമ്മൾ ടിഷ്യൂ വെച്ച് കൊടുക്കുക. ടിഷ്യൂ നനവൊന്നും ഇല്ലാത്തതാവണേ, നല്ല ടിഷ്യൂ ഫ്രഷ് ആയിട്ടുള്ള ടിഷ്യൂ തന്നെ എടുക്കുക. അത് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് സൈസ് നിങ്ങൾ എങ്ങനെ നല്ല ചെറുതാക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്തിടാം. വലുതാക്കിയിട്ട് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നവരെ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അമർത്തി കൊടുക്കണ്ട, വല്ലാതെ പ്രസ് ചെയ്ത് കൊടുക്കണ്ട, കുറച്ച് ഫ്രീ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെ എടുത്ത് വെക്കാം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം എപ്പോഴും എടുക്കാൻ കേട്ടോ. ഇങ്ങനെ എടുത്ത് വെക്കാം. നിങ്ങൾക്ക് വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. അത് ഞാൻ അതിൽ കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഐസ് ട്രേ ഇല്ലേ, ഐസ് ട്രേ എടുത്തിട്ട് ഐസ് നമ്മൾ വെള്ളയ്ക്ക് വെക്കുന്നത് അതിൽ ഇതുപോലെ പീസാക്കിയ പീസില്ലേ ആ ഇലകൾ ഓരോ ട്രേയിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഫ്രഷ് വാട്ടർ നമ്മളെ കറിയിലെടുക്കുന്ന ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഐസ് ക്യൂബാക്കിയിട്ട് നിങ്ങൾക്ക് കറി വെക്കുന്ന സമയത്ത് ഓരോ ക്യൂബായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് കാണിക്കാൻ പോകുന്നത് വേറെ ഒരു കെട്ട് ഇല എടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ എല്ലാ നാശമായിട്ടുള്ള ഇലകളും എടുത്ത് മാറ്റുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഗ്ലാസ് ജാറും ഉണ്ട്, ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഗ്ലാസ് ജാറിൽ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം. പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബോട്ടിൽ ഹാഫ് വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്തിട്ട് വെള്ളം വെച്ചിട്ട് നമുക്ക് ഈ ഫ്രഷ് ആക്കി എടുത്ത ഇലല്ലേ അത് ഇതിലേക്ക് വേരെ കൊടുക്കാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു കവർ വെച്ചിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കാം, കവർ ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഒരു ഫ്രീ നല്ലൊരു കവർ എടുത്തിട്ട് അങ്ങനെ കവർ ജസ്റ്റ് കെട്ടിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ വല്ല യെല്ലോ കളർ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കറിക്കൊക്കെ എടുക്കുന്ന സമയത്ത് വല്ലതും അങ്ങനെ കാണുകയാണെങ്കിൽ അത് അപ്പം എടുത്ത് മാറ്റണം കേട്ടോ. കാരണം ഒരു ഇല നാശമായിട്ടുണ്ടെങ്കിൽ അത് മറ്റേ ഇലകളൊക്കെ പെട്ടെന്ന് നാശമാവും. അപ്പോൾ ഈ ഗ്ലാസ് ജാറിൽ വെച്ചതാണെങ്കിലും അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ ആവശ്യമുള്ള നമുക്ക് അതിന് പൊട്ടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്തത് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നല്ല പച്ച വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക. സുർക്ക ഇട്ടിട്ട് നമുക്ക് ഇല കഴുകിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അത് ഒന്ന് ആദ്യം കഴുകിയെടുക്കുക. കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ വെള്ളത്തിൽ. നമുക്ക് ആ സുർക്ക വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയെടുത്തത് നമ്മൾ നല്ല വെള്ളം വാരാൻ വേണ്ടി വെക്കുക. വെള്ളം വാർന്നതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. വെള്ളം എടുത്ത് കൊടുക്കാൻ വെക്കരുത്. വെള്ളം വാർന്ന് ഒന്ന് നമ്മളെ നല്ല കോട്ടൺ തുണിയിലോ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു തുണിയിൽ നമുക്കൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ വെള്ളം നനവൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അതിലിങ്ങനെ
ആ തുണിയുമ്പോൾ പെറ്റി പിടിച്ചിട്ട് നല്ല ഡ്രൈ ആയി കിട്ടും കേട്ടോ. അങ്ങനെ കോട്ടൺ തുണിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ടർക്കിയോ നനവില്ലാത്ത ടർക്കി ഡ്രൈ ആയിട്ടുള്ള തുണീനെ എടുക്കാൻ നോക്കാം. അങ്ങനെ നമ്മൾ തുടച്ചതാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഐസ് ട്രേയിൽ വെക്കുകയാണെങ്കിൽ ക്യൂബാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസങ്ങളോളം അത് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ കറി വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ക്യൂബ് എടുത്തിട്ട് കറിയിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല ഈസിയുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഞാനതാ ഡ്രൈ ആയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ടിഷ്യൂ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. നല്ല ആ ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഈ ഒരു ബൗൾ ഇതുപോലെ ഫ്രീസറിൽ നമ്മൾ ടിഷ്യൂ ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഡ്രൈ ആയ ബൗൾക്ക് സ്ട്രെയിറ്റ് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കറി വെക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇങ്ങനെ കുറച്ചെടുത്തിട്ട് നമുക്ക് കറിയിലിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെയൊക്കെ നമ്മൾ മല്ലിച്ചപ്പ് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മുടെ മല്ലിച്ചപ്പ് മണവും ഉണ്ടാവും. അതുപോലെ ചീഞ്ഞു പോകാതെ ഫ്രഷ് ആയിട്ട് തന്നെ മാസങ്ങളോളൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.